പണ്ട് മിമിക്രിയിൽ നമ്മൾ എന്ത് ഐറ്റം ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നാലും ഇത് പെട്ടെന്ന് ആൾക്കാർ കട്ടുകൊണ്ട് പോകുമെന്ന് പറഞ്ഞപ്പം അങ്ങനെ പെട്ടെന്ന് കട്ടുകൊണ്ട് പോകാൻ പറ്റാത്തൊരു ഐറ്റം അന്ന് തുടക്കകാലത്ത് ഉണ്ടാക്കി പഠിച്ചിട്ടുള്ള ഐറ്റമാണ് ഇത്. ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് വളരെ പുതിയ ഐറ്റം ഒന്നുമല്ല. ഇത് തലച്ചോറ് നാക്കുമായിട്ടുള്ള കണക്ഷൻ വിടിയിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ശ്വാസം വിടുന്ന ഗ്യാപ്പുകളിൽ കൈയടിച്ചാൽ മതി. നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമായ ക എന്ന് പറയുന്ന അക്ഷരം നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര തവണ ഉപയോഗിക്കുന്നുണ്ട്, കായ്ക്ക് എന്തുമാത്രം കഴിവുകളുണ്ട് തുടങ്ങി കായുടെ കഴിവുകളെ കുറിച്ച് വളരെ വേഗത്തിൽ പറയുന്ന ഒരു ഇനമാണ്. ശ്രദ്ധയേറെ വീക്ഷണം ആവശ്യമായ ഒരു ഇനമാണ്. സിനിമ പേര് മാത്രമല്ല, ഇച്ചിരി കൂടുതലും കൂടെ പറയുന്നത്. എന്താ പറയട്ടെ? എനിക്ക് തോന്നുന്നു ഇവരെ അല്ല, ഞാൻ അവിടെ സിനിമ പേര് എത്തുമ്പോഴത്തേക്ക് ഇവർക്ക് കായുടെ കഴിവുകൾ പറഞ്ഞോട്ടെ. കലാകാരന്റെ കഴിവുള്ള കലാകാരന്മാരെ കൈഡികൾ കൊണ്ട് കുളിൽ കുരിപ്പിക്കനെ കൂടിയിരിക്കുന്ന കുടുംബാമിക്കാരുടെ ഭൂപയുള്ള കൈക്കാണ് കരങ്ങൾ കെട്ടിക്കുട്ടികൾ കാമ്പിൾ കുമ്പളെ കണിക്കൽ കപ്പലില്ല കലാകാരന്മാരല്ല. അമേരിക്കൻ എടുക്കുക, ക്ലിന്റൺ എടുക്കുക, ക്ലിന്റെ കാമിക്ക് മോണിക്ലൻസി രണ്ട് ലോകത്തിൽ നടക്കുന്ന സ്കൂട്ടർ സൈക്കിളിൽ കായുണ്ട്. കരയിൽ കിടന്ന കല്ല് കട്ട കടൽ കാറ്റെല്ലാം കായല്ലേ. കേട്ടിലെ പ്രഭാവകാരൻ കാ മാത്രമാണ്. കാകാരമാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം. കരുത്തമാരെ കീഴ്പ്പെടുന്ന 4 കാര്യങ്ങളാണ് കാമം, ക്രോധം, കള്ള്, കാമിനി. 4 കായുണ്ട്. കപ്പിൽ കേമൻ കാളിദാസൻ, കഥകൾ കേമൻ കഥകളി, 8 നേമനേരെ കള്ളമാരി കേമന കായവളം കൊച്ചുണ്ണി. ഇതൊരു കുരിശാൻ പോകുന്നുണ്ട്. കുരിശി കിടക്കുന്ന ക്രിസ്തുവിന്റെ മറ്റൊരു കൃഷ്ണൻ കന്യാപുരം കാശ് കുർബാന കബറ് കന്നറ കാശ് എടുക്കാൻ കൊന്ത കാശ് കൊടുക്കുന്ന കടം കരുതിയിൽ കരഞ്ഞുകൊണ്ട് കുടിക്കും. കള്ള് കള്ളാട്ടങ്ങൾ കൊന്ന കല്ലുവാതിലെന്ന് വിളിച്ച കാര്യം പറയും. ഞാൻ കേരളത്തെ കുറിച്ച് പറയാം. കേരളം എന്ന് തുറന്നത് തന്നെ കായലാണ്. കന്യാകുമാരിക്ക് കാസർഗോഡ് എടുക്കാണ് കേരളം കൂനി കൂടി കൂടിക്കൊള്ളുന്നത്. കൂടാതെ കൂടുതലും കാസർഗോഡുള്ള ജില്ലക്കാരാണ്. കേരളത്തിൽ കേൾപ്പിച്ചാലും കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കാസർഗോഡിന്റെ കാര്യം കണ്ണൂർ കുടുംബം കേരളം കാണുവാനാണ്. കാറിൽ കാണുന്നതുകൊണ്ട് കല്യാണങ്ങൾ കാണാനില്ല. കേരളം കൊടുക്കുന്നത് കേരളത്തെ കടകളിൽ കഴിവ കള്ളി കഴുത കർമാക്കാര് കണ്ണനെ കാത്തുപോത്ത് കുയില് കുരങ്ങ് കീരി കുരങ്ങ് കുതിര കോഴി കുട്ടിക്കാരൻ കൂപ്പർ കരികുരങ്ങ് എന്നീ കാട്ടുമുറുകളുണ്ട്. ഇതൊരു കലയാണ് തോന്നുന്നത്. കലയിൽ കൂടുതൽ കൂത്ത് കൂട്ടിയേട്ടം കാവട്ടേട്ടം പോത്തോട്ടം കുത്തോട്ടം കെട്ടുക മടുപാറലി കൊയ്കളി കൊല്ലത്തുണ്ട് കുമാട്ട കഥകളി. ആയോധനകളുടെ 3 കായാണ്. കരാട്ടെ, കളരി, കുംഫു. കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കൈയാണ്. കൈ, കല്ല്, കണ്ണ്, കാത്ത്, കരട്, കവിള്, കഴുത്ത്, കഷ്ണം, നങ്കീരി, കണ്ണം, കുമ്പ, കിണ്ണി, കുളവ് എല്ലാം കായാണ്. എനിക്കിഷ്ടമുള്ള സിനിമാ താരങ്ങളെന്ന് പറയാം. കണ്ണ് കാണാത്ത ഇനി കേരളത്തിലെ രാഷ്ട്രീയക്കാരനെ കാകാരന്മാരാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, കാമാനം, കട്ടൗട്ട്, കള്ളപ്പണം, കയ്യാക്കടി, കൈക്കോര്, ഒരേ വച്ചിട്ട് കേരളത്തിൽ കുമ്മനം വരുത്തിയിരിക്കുകയാണ് കേരളത്തിലെ സിനിമകൾ. എനിക്കിഷ്ടമുള്ള സിനിമാ താരങ്ങളെ കുറിച്ച് പറയാം. കണ്ണ് കാണാത്ത കുരനെ കാണികളെ കരയിപ്പിക്കാൻ കലാഭൂമണി കായലാരംഭിക്കുന്ന കാട്ടിലെ മാനലിന്റെ ഗാനമാണ് പാടുന്നത്. കാര്യങ്ങളില്ലാതെ കുട്ടികളെ പറഞ്ഞ കരുമാടി കുട്ടനായപ്പോൾ കൈ കൊട്ട് പെണ്ണെ എന്ന് തുടങ്ങുന്ന മറ്റൊരു ഗാനമാണ് പാടിയത്. കുളനായും കുബേരായും കസമെന്ന കമലഹാസനിൽ കായുണ്ട്. നടുക്കരായിട്ട് ഷക്കീലായിരുന്നു കേരള കൗമാരക്കരയും കോളേജ് കൊള്ളമാരെയും കോരി തെളിപ്പിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ കനകഥ, കൽപ്പന, കാവേരി, കൊട്ടരക്കര, കാവ്യമാത, കൊച്ചിൻ, കുഞ്ചാകവും കവിപൂർമ്മ, കെ പി ചിറത, കൈതപ്പുറം, വിജയ സ്റ്റേറ്റസ് കൊണ്ടതിലെല്ലാം കാകാരന്മാരാണ്. ഇനി ഞാൻ കണ്ടു തീർത്ത കാ സിനിമകളെ കുറിച്ച് പറയാം. ഞാൻ കണ്ടു തീർത്ത മിക്ക സിനിമകളും കാ സിനിമകളാണ്. ഇവനെ പോലെ ഏ സിനിമകളല്ല. ഞാൻ കണ്ടു തീർത്തുള്ള കാ സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയാം. കമലതം, കന്മതം, കളിയട്ടം, കളിവെടി, കളിക്കളം, കളിഞ്ഞേരി, കഴകി, കമ്പോണം, കടൽ, കമ്മീഷൻ, കർമ്മ, കർണാടകം, കണ്ണാടിക്കളവത്ത്, കള്ളംപോത്തനം, കണ്ണക്കട്ടത്തിന്റെ കല്ലി ചെല്ലുമ, കണ്ടത്തിൽ കിടന്ന് കടിഞ്ഞു കല്യാണം, കല്യാണ പറ്റത്ത്, കല്യാണം കച്ചേരി, കാമശ്ശേരി കല്യാണം, കടത്തനാടമ്പടി, കടമ്പലത്തസം, കല്ലിക്കരനീരി, കല്ലിക്കാറ്റ്, കടൽക്കാറ്റ്, കടവ്, കല്ലുകൊണ്ടുപേണ്ട്, കന്യാമേരി, കണ്ണമ്പച്ചോട്ട്, കാറ്റകളിലൂടെ, കകത്തപ്പുരം, കാതൂരകാതന, കാണമടത്ത്, കാരനും, കാഞ്ചൻ, കാവട്ടേട്ടൻ, കാട്ടുകുതിര, കാശ്മീരം, കാവുളിവാല, കിരീടം, കിരിക്കും, കിരിക്കാമ്പട്ടി, കിഴത്തൂർ പക്ഷി, കുറുപ്പനം, കടപ്പുസം, പുരപതി, കുലം, പൊക്കരക്കോയും കഴിഞ്ഞ്, കാന്താരയും കഴിഞ്ഞ്, KGF കഴിഞ്ഞ്, കണ്ണൂർ സ്കോഡും കഴിഞ്ഞ്, കിങ് ഓഫ് കോപ്പ് വരെ എത്തിയിരിക്കുന്നു. കായൽ ആരംഭിക്കുന്ന സിനിമകൾ കഴിഞ്ഞ് കിഷ്കിന്ത കാണണം വരെ എത്തിയിരിക്കുകയാണ്. കായൽ ആരംഭിക്കുന്ന സിനിമകൾ കായില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. ഈ പരിപാടി നടക്കുന്നത് കോഴിക്കോട് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ഇത് ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല. ചോദ്യം ചോദിക്കും പറഞ്ഞപ്പോഴേ ഇതെങ്ങനെ ഓർത്ത് വെക്കുന്നത് രമേശേട്ടാ? കാര്യം എപ്പോഴും എല്ലായിടത്തും ഒരുപാട് കഥകൾ പറയുന്നു. ഇതൊക്കെ ഇങ്ങനെ ഇത്ര ഓർമ്മ. ഈ കഥകൾ നടന്ന കാര്യങ്ങളാണ്. നുണ പറയുമ്പോഴേ ഓർത്താൽ മതിയല്ലോ. നടന്ന കാര്യങ്ങള് എത്തിരി ഗ്രേവി കൂട്ടി നമ്മളൊന്ന് പറഞ്ഞു വിടുക എന്നുള്ളതല്ലോ. അപ്പൊ ഓരോ സിറ്റുവേഷൻ കൃത്യമായിട്ട് നമുക്കൊരു കഥ ഓർമ്മ വരും. അത് പറയും. പിന്നെ സുഹൃത്തുക്കളുണ്ട്, അവരോട് ഒരു കഥ കിട്ടിയ ഫോൺ വിളിച്ച് പങ്കുവെക്കുന്ന ശീലമുണ്ട്. അങ്ങനെ പറഞ്ഞു മുമ്പ് അത് ഓർത്തോളൂ. അല്ല, എങ്കിലും എനിക്കൊന്നും ചോദിക്കുന്നത്, ഇത്രയും പേരുകൾ ഓർത്തു വെക്കുമ്പോൾ എന്തായാലും ഓർമ്മശക്തിയേക്കാൾ കൂടെ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഇവർക്ക് ഏറ്റവും വലിയ പ്രശ്നം പഠിക്കുന്ന നാളെ മറക്കുന്നു എന്നുള്ള കാര്യമാണ്. കാര്യം അത്ര തവണ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതായിരിക്കും, എഴുതിയിട്ടുണ്ടാകണം, പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം, പിന്നെ പറഞ്ഞായിരിക്കും ഇത്രയും ഒരു സ്ട്രെച്ചിലേക്ക് ഇപ്പം രമേശന് പറയാൻ പറ്റുന്നത്. അപ്പം അതിന്റെ ആ ഒരു പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് ഈ ഓർമ്മശക്തിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാം. അത് നമ്മള് ഓർത്ത് പഠിച്ച് പറഞ്ഞു അതിനൊരു പ്രാക്ടീസ് വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതൊരു റിഫ്ലക്സ് പോലെ വരും. അത് പിന്നെ ഓർക്കുക എന്ന് പറയുന്ന പ്രോസസ് ഇതിന്റെ ഇടയിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഞാനൊരു ചെറിയ പരിപാടി കൂടി ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ നിന്നോ. നിങ്ങൾ 4-5 പേര് വന്നേ. വാ, നീ വാ, വെള്ളവരെ കുപ്പി അങ്ങനെ നിൽക്കല്ലേ. വാ, ചേർന്ന് നിന്നു, നിരന്നു. ഇല്ല, നിങ്ങളോടൊന്നില്ലേ?
അവിടെ നിൽക്കാൻ മലയാളി ഇല്ല അല്ല. ഞാൻ എന്തായാലും വന്നില്ല നമ്മുടെ ഫാമിലി ആയിട്ട് നിൽക്കുമല്ലോ നേരത്തെ നിന്നു അപ്പൊ നിക്ക് രണ്ടുപേരും കൂടെ വാ നിങ്ങൾ ഇതൊരു വലിയ പുതിയ കാര്യമൊന്നുമല്ല ചിലപ്പോ കണ്ടിട്ടുണ്ടാവും അതേ വന്നു നിങ്ങളെ രാവിലെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ആ വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് കൺഫേം ആക്കിയത് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഓർമ്മ ചോദിച്ചത് ഞാൻ പറയാണ് 5 പേര് ഇപ്പുണ്ട് സിമ്പിൾ പരിപാടിയാണ് നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കുഴപ്പമില്ല വൺ ഇംഗ്ലീഷിൽ പറഞ്ഞാല് 2 എന്ന് മലയാളത്തിൽ പറയുമ്പോൾ 3 എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 4 എന്ന് മലയാളത്തിൽ പറഞ്ഞപ്പോൾ 5 എന്ന് ഇംഗ്ലീഷിൽ പറയണം ഓൾട്ടർനേറ്റീവ് ആയിട്ട് വളരെ സ്പീഡിൽ വരും മലയാളത്തിൽ ഇംഗ്ലീഷിൽ മാറി മാറി എണ്ണണം അത്രേ ഉള്ളൂ കളി തെറ്റിയാൽ തുടങ്ങിയോ കേട്ടോ തുടങ്ങിയോ നമുക്ക് കൊടുക്കാം തുടങ്ങിയോ പറഞ്ഞോ 4 ഇല്ല അവിടെ വാ മൈക്ക് ഞാൻ കൊടുത്തോളാം മൈക്ക് കൊടുത്തോളാം തുടങ്ങിയോ മനസ്സിലായില്ലേ അദ്ദേഹം 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് മലയാളത്തിൽ പറയണം ഓക്കെ തുടങ്ങിയോ 1 2 3 ഓക്കോ വാ തുടങ്ങിയോ 1 2 3 3 തുടങ്ങിയോ 1 2 ചന്തുവിന്റെ ജീവിതം വീണ്ടും ബാക്കി തുടങ്ങിയോ 2 3 ഓ അപ്പോ ഞാൻ പറഞ്ഞത് ഇതിപ്പോ നിങ്ങൾ ഓർത്തതാ നിങ്ങളുടെ പ്രശ്നം ഇനി നിങ്ങൾക്ക് ഓർത്ത് പറയാൻ പറ്റില്ല ഇത് അതുപോലെയാ പഠിച്ചേക്കുന്നത് ഇത് അടുത്ത സിനിമ പേര് ഏതാ ഇത് കഴിഞ്ഞ് എന്താണെന്ന് അങ്ങനൊന്നും ഓർത്തല്ല പറയുന്നത് ഇത് അല്ലാണ്ട് പഠിച്ചേക്കും ഒരു പാട്ട് പഠിക്കുന്ന പോലെ പഠിച്ചു വെച്ചേക്കാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റാണ്ട് പറയുന്നത് ഇപ്പൊ ഞാൻ അത്രയും സിനിമ പേര് കാണിച്ചു പറഞ്ഞല്ലോ നിങ്ങൾ മോഹൻലാലിന്റെ ഏതൊക്കെ സിനിമ കണ്ടിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ല ഉള്ളടക്കം താളോട്ടം പടയോട്ടം പിന്നെ വിശ്വാസം പാതമുദ്രം പൂജക സുഹൃത്തുക്കൾ ഒഴിക്കുന്ന പൂമ്പഴി നിങ്ങൾക്കുള്ള കരിയിൽ കാറ്റുവരെ തൂവാനത്തുള്ളിൽ ഇവിടെ എല്ലാവർക്കും സുഗുണ സുഗമദേവി ആട്ടക്കരശൻ ടി പി ബാലോപാഞ്ജന ഗുരു സത്വം ഹരിയറമ്പൾ ആപ്പിൾ ഞാമ്പ്രനാട് കുളമൊട്ടി മോണ്ടികൾ പട്ടണ ദേവത്വം ദേവാസുരം കഴിഞ്ഞ് ലൂസി വരെ എത്തിയിരിക്കുന്നു മോഹൻലാലിന്റെ സിനിമകൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ എത്ര മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുപോലെ ഒരാളെ ഉള്ളൂ. And that is രമേശ് പിഷാരടി.